നമ്മുടെ തിരുവനന്തപുരം, കൊട്ടാരക്കര, തിരുവല്ല, കോട്ടയം, എറണാകുളം സഭയിലെ വിശ്വാസികൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മുടെ ആത്മീയ പിതാവിന് ദൈവം കൊടുത്ത ദീർഘവീക്ഷണത്തിന്റെയും ദർശനത്തിന്റെയും ഫലമായി 2013 ആരംഭിച്ച ഗോഡ്സ് ലവ് ചാരിറ്റി എന്ന ഈ വലിയ മഹത്തരമായ പ്രസ്ഥാനം ഇന്ന് 10 വർഷം പൂർത്തീകരിച്ചിരിക്കുക. ദൈവത്തിൽ നിന്ന് ലഭിച്ച ദർശനത്തിന് വില കൊടുത്ത് അടിസ്ഥാനപ്പെട്ട് തുടങ്ങിയതുകൊണ്ട് ഓരോ വർഷം കഴിയുന്തോറും മഹത്തരമായ രീതിയിൽ ഇതിന്റെ ഖ്യാതി വർദ്ധിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. 2013 തുടങ്ങിയ സമയത്ത് നമുക്കറിയാം, നമ്മുടെ സമീപ പ്രദേശത്തുള്ള കൊട്ടാരക്കര എന്ന സ്ഥലത്ത് താലൂക്ക് ആശുപത്രിയിൽ 400-ലധികം വരുന്ന നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വേണ്ടി എല്ലാ ദിവസവും വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മുടെ ഗോഡ്സ് ലവ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ വിതരണം ചെയ്തു വന്നു. അതിനർത്ഥം അറിയാവുന്ന ബന്ധപ്പെട്ടവരാണ് ഈ കടുകൂട്ട് പോലെ കൈയടിച്ച പാസ്പോർട്ട് ഒപ്പിക്കാൻ മനസ്സിലാവുന്നത്. കനലുള്ള പ്രശ്നത്തിലാണ്. കനലുണ്ട്. ഈ കനൽ കത്തി തീർന്നാലും ഊടിയ പറന്നു പോകുന്ന ചാരം പോലെ അല്ലാതെ പെറുക്കിയെടുക്കാൻ അകത്ത് കനലുള്ള വചനത്തിന്റെ തീക്കനൽ സൂക്ഷിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്കെല്ലാം ഒന്നിച്ചു കൂടാൻ സത്യത്തിൽ സന്തോഷിപ്പില്ല. ആശംസ പറയാൻ വന്നതാണ്. എനിക്ക് ആശംസ ഒന്നും പറയാൻ അറിയത്തില്ല. അതാണ് എന്റെ പ്രശ്നം. അമ്മേ, എങ്ങനെയൊക്കെ ഞാൻ പ്രസംഗിച്ചാലും ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചാലും കൊടുത്ത് ഇങ്ങനെയാണ്. അമ്മേ, എനിക്കിങ്ങനെ ശുശ്രൂഷിക്കാൻ അറിയത്തുള്ളൂ. ഞാൻ വചനത്തിൽ നിന്ന് എന്നെ ചിന്തിപ്പിച്ച ഒറ്റ വാക്യം പറഞ്ഞിട്ട് പോയിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 10-ാമതൊരു വാക്യമുണ്ട്. എളുപ്പമൊന്നും എല്ലാവർക്കും മനസ്സിലാകത്തില്ല. തിയോളജി പഠിച്ച പലരും ആ വാക്യം എടുത്ത് പ്രസംഗിക്കാറുമില്ല. കാരണം തിയോളജിക്കകത്തൊന്നും അതിന്റെ അർത്ഥമില്ല. നിങ്ങൾ എല്ലാം ചെയ്തിട്ട് ദൈവം പറഞ്ഞത്, ദൈവം കൽപ്പിച്ചതെല്ലാം ചെയ്തിട്ട് അപ്രയോജനദാസന്മാരെന്ന് പറയുകയും ചെയ്യേണ്ടത് മാത്രമേ, പറഞ്ഞത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്തു തീർന്ന ശേഷം സ്വയം അപ്രയോജനദാസന്മാരെന്ന് പറയുകയും. എന്നെ വളരെ ചിന്തിപ്പിച്ചുള്ള കാര്യമാണ്. എന്നെ ഒരാൾ പ്രസംഗിക്കാൻ വിളിച്ചു. അത് കാസർഗോട്ടാണെന്ന് വിചാരിച്ച് ഞാൻ തിരുവല്ലായിൽ നിന്ന് വണ്ടി കയറി കാസർഗോട്ട് എത്തി. അവിടെ എത്തിയപ്പോഴാണ് ഫോണിൽ വിളിച്ചു വെച്ച് പറയുന്ന ഒരു 22 കിലോമീറ്റർ ഉണ്ടെന്ന്. അങ്ങനെ ബസ് ഉണ്ടോന്ന് അന്വേഷിച്ചു റെയിൽവേ സ്റ്റാൻഡിൽ ബസ്സിൽ കയറി. ഇപ്പോഴല്ല, പണ്ട് മൊബൈൽ ഇല്ലാത്ത കാലത്ത് ഒരിടത്തിൽ ഇറങ്ങി ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴാണ് ഇവിടുന്ന് 3 കിലോമീറ്റർ നടക്കണം, വണ്ടിയില്ല, അവിടെയാണ് കൺവെൻഷൻ. അങ്ങനെ നടന്നവിടെ ചെന്ന് ഒരു കുന്നലൊക്കെ കെട്ടി മയക്കിട്ടുണ്ട്. 100-150 ആൾക്കാരുണ്ട്. പ്രസംഗിച്ചെല്ലാം തീർന്നു കെട്ടി തിരിച്ചു പോരാൻ നേരത്ത് പരിശുദ്ധാത്മാവിന്റെ ചെവി പറയാ, നീ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, നീ ഒരു അപ്രയോജനദാസൻ. സാർ, ഈ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ഞാൻ പറയാം, 2012 ബഹുമാനായ KV ഗണേഷ് കുമാർ സാറിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ, അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടതുപോലെ അതൊരു ദൈവ നിയോഗപ്രകാരമുള്ള ബന്ധമാണ്. ഇവിടെ വന്നവരിൽ പലരും അതിഥികളായിരുന്നെങ്കിൽ ഇതൊരു ബന്ധം. സ്വന്തം ഭവനം എന്ന പോലത്തെ ആടനേറിയപ്പെട്ടു. എന്നെ സഹായിച്ച ഒരു ദേവദാസനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ നാട്ട്, ഈ പ്രോഗ്രാം സബ്ജക്റ്റ് ഓരോ കാര്യങ്ങളും നമ്മുടെ സഭയുടെ ഓരോ ചെറുതും വലുതുമായ കാര്യം ഏത് സമയത്ത് വിളിച്ച് തിരക്കില്ലാത്ത മനുഷ്യനല്ല.
ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്, ഞാൻ വ്യക്തിപരമായി പറയുന്ന, ഞാൻ പുകഴ്ച പറയാണ്, ഇതുപോലെ കാര്യങ്ങൾ ചിന്തിക്കുന്ന, ഒരഭിപ്രായം ചോദിച്ചാൽ കൊനഷ്ടു പറയാത്ത, അത് കൃത്യമായ അതേത് റൂട്ടിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞു വരുന്ന ഇത്രയും കായിക ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ എന്റെ ചരിത്രത്തിൽ ഞാൻ ഇതിന്റെ പോസ്റ്റ് പറയില്ല, ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ഇല്ല, ഇതിൽ കോൺഗ്രസ് ഇല്ല, ഇതിൽ BJP ഇല്ല, ഇത് എന്റെ അനുഭവമാണ്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഒരു കാര്യം കിട്ടാവുന്ന പറഞ്ഞ പോവല്ല, അത് ശ്രദ്ധിച്ച് കേൾക്കും, അത് നോട്ട് ചെയ്തിട്ട് അത് നിന്റെ കയ്യിലെത്താൻ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കണോ അതിലൂടെ എല്ലാം അത് എത്തിച്ചിരിക്കും. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ, ഞാൻ എന്തായാലും ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ വാക്ക് പറഞ്ഞ് മാറുതല്ല, അത് സാധിപ്പിച്ചു കൊടുക്കുന്ന ബഹുമാനായ എങ്ങനെ പോലെ കൈകടിക്കാതെ ചൂടടിക്കും. അതിനോടൊപ്പമാണ് എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും സുഖങ്ങളും ഞാൻ പങ്കുവച്ചത്. 2013 യേശുക്രിസ്തുവിനെ പ്രാർത്ഥിക്കുവാനും അതിലൂടെ മനസ്സിന് സമാധാനം ഉണ്ടാകാൻ 2012 എൻ്റെ അമ്മ, ഇന്ന് അമ്മ ജീവിച്ചിരിപ്പില്ല, അമ്മ മരിക്കുന്നതിനും മരിക്കുന്നൊരു സമ്മാനമാണ്, ഏറ്റവും വലിയ സമ്മാനമാണ്, ഏറ്റവും വലിയ സ്വത്താണ്. ഒരുപാട് മനോവിഷമം ഉണ്ടായപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത്, അമ്മയുടെ ഓഹരിയൊന്നും എനിക്ക് എഴുതി തരാൻ അമ്മയ്ക്ക് പറ്റില്ല, അമ്മ പെട്ടെന്ന് ഹൃദയസമ്മർദ്ദം ഉണ്ടായിരിക്കും. അമ്മയുടെ ഒരു സ്വർണ്ണം മുതലും പോലും അമ്മയ്ക്ക് എനിക്ക് തന്നിട്ട് നോക്കി. പക്ഷേ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ നിധിയാണ് പാസ്റ്റർ. അമ്മയ്ക്ക് പാസ്റ്റർ വഴിയുണ്ടായിരുന്നു. പക്ഷെ TV കണ്ടിട്ടാണ് അമ്മ പറഞ്ഞത്, ഒരു പാസ്റ്റർ ഉണ്ട്, കൊട്ടാരക്കാരനാണെന്ന് അറിയില്ല, പാസ്റ്ററുടെ സ്പീച്ച് നല്ല രസമാണ്, എനിക്ക് മനസ്സമാനം ഉണ്ടാകും, പാസ്റ്റർ ഒന്ന് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ അമ്മ പാസ്റ്ററുടെ നമ്പർ തപ്പിയെടുത്ത് എനിക്ക് തപ്പഴാണ് പാസ്റ്റർ പറയുന്നത്, ഞാൻ കൊട്ടാരക്കാരനാണ് സാർ. ഞാൻ പാസ്റ്റർ ഫോട്ടോയും വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല, എൻ്റെ അമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പാസ്റ്ററെ കാണാൻ വരുമ്പോഴാണ് പാസ്റ്ററെ പ്രിയപ്പെട്ട പത്നി അവരെല്ലാം കൂടി എന്നെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ഓടിക്കൂടെ സംസാരിച്ചു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ജീവിതത്തിൽ പല ഘട്ടങ്ങൾ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ പിന്നെയും ഒറ്റപ്പെട്ടു. അപ്പൊ ഒരു ദിവസം എന്നെ തിരുവനന്തപുരത്ത് വീട്ടിൽ വെച്ച് പാസ്റ്റർ സാറിനോട് വിഷമിച്ചു. ജോസഫിനെ ബന്ധുക്കൾ, സഹോദരങ്ങൾ ഒട്ടക്കണക്കിൽ കഴിഞ്ഞു. അത് പോരാത്തതിന് അടിമകൾ പിറ്റേ ദിവസം പോയി പിടിച്ച അടിമകൾക്ക് വിട്ടു. അടിമയായി ഈജിപ്തിലെത്തിയ ജോസഫ് ആ രാജ്യത്തെ നയിക്കുന്ന പദവിയിലേക്ക് ഉയർന്നു. അതാണ് ഇന്ന് ഈ കേൾക്കുക കട്ടിയുമ്പോൾ മാസ്റ്റർ നടത്തിയ ഒരു പ്രവചനം. എന്നോട് പറഞ്ഞു, ഒരു ദിവസം പ്രാർത്ഥന പറഞ്ഞു, സാറേ സാർ ഒരു കാർ വാങ്ങിക്കാൻ പോകും, നമ്മൾ പ്രാവശ്യം ആത്മശാലി എന്റെ യാത്രയ്ക്ക് ആവശ്യമായ കാറുണ്ട്, ഒരു മനുഷ്യൻ ഒരു കാർ വേണ്ടി പോകും, ഈ കാർ വേണ്ട, ഞാൻ വാങ്ങിക്കുന്നത് ഒരു സാധ്യതയും കാണുന്നത്. അപ്പൊ പ്രാവശ്യം നല്ല സാർ ഈ ദിവസം തന്നെയാണ്, ഈ ജോസഫിന്റെ കഥ പറഞ്ഞ ദിവസം തന്നെ അച്ഛൻ കൊട്ടാരക്കര, അച്ഛനോടൊപ്പം ഞാൻ കൊട്ടാരക്കര താമസിക്കും, തിരുവനന്തപുരത്ത് പോകുമ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കും. മാസ്റ്റർ പറഞ്ഞു, സാർ ഒരു കാർ വാങ്ങിക്കാൻ പോയത് ഒരിക്കലും വാങ്ങിക്കില്ല, അങ്ങനെ ആരോഗ്യം പോലുമില്ല. മാസ്റ്റർ ഒരു ടയോട്ട കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇതേ ദിവസമാണോ, ആ ദിവസം ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞില്ല മാസ്റ്റർ ഒരു കാരണം എനിക്ക് വണ്ടി ഉണ്ടാവും, ദൂരെയൊന്നും പോകാനില്ല, എന്നാൽ പോകുമ്പോൾ ആർക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. അത് എനിക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ കൊട്ടാരക്കരയിൽ വെച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വൈകാരിക്കാൻ അച്ഛൻ പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അച്ഛൻ സ്റ്റേറ്റ് കാലം സർക്കാർ കൊടുത്ത വണ്ടിയോ അച്ഛൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സ്വന്തമായി ഒരു കാറില്ലാതെ ഇരുന്നില്ല. സർക്കാർ കാറൊക്കെ മുറ്റത്ത് കിടപ്പുണ്ട്, അച്ഛൻ ഒരു കാർ അച്ഛൻ കൊടുത്തു, എനിക്കൊരു പുതിയ കാറാണ്, ഏത് വണ്ടിയാണ് വാങ്ങിക്കുന്നത് അച്ഛൻ ഇഷ്ടമുള്ള 2-3 കപ്പിക്കാരെ വിളിച്ച് 2 വണ്ടി കൊണ്ട് കണ്ടിട്ട് അയോട്ടയുടെ വണ്ടി വാങ്ങിച്ചാൽ വാങ്ങിക്കുന്നു.
ഉപദ്രവിക്കും. വണ്ടി നിന്റെ പേരല്ലെങ്കിൽ ആ വണ്ടി വല്ലവരും എടുത്തോണ്ട് പോകും. എനിക്കറിയാം നിന്റെ പേരിൽ മനോജ് കേട്ടോണ്ടിരിക്കുക, അച്ഛൻ്റെ സഹായം മനോജ് കേട്ടോണ്ടെന്ന് പറഞ്ഞു. നിന്റെ സഹോദരി തന്നെ നിന്നെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഈ വണ്ടി നിന്റെ പേരിൽ എടുക്കുന്നു. പാസ്റ്റർ പറഞ്ഞ ആ ടയോട്ട വണ്ടി എന്റെ 18 വയസ്സിൽ എൻ്റെ അച്ഛൻ ഒരു കാർ വാങ്ങി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാർ വാങ്ങിച്ചു. 2 കാറാണ് അദ്ദേഹം എനിക്ക് വാങ്ങിച്ചത്. അദ്ദേഹം വാങ്ങിച്ച കാറാണ്, പക്ഷെ നിന്റെ പേരിലാണ് വണ്ടി. അന്ന് അദ്ദേഹം പറഞ്ഞു, നിന്റെ സഹോദരി എന്നെ ശല്യം ചെയ്യാൻ എൻ്റെ മരണശേഷം ഈ വണ്ടി അവിടെ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് എൻ്റെ മൂത്ത സഹോദരി ശരിയല്ല, നീ നിന്റെ പേരിൽ മതിയെന്ന് മനോജിത്തിൽ കൊണ്ട് കേട്ടോണ്ടിരിക്കുക. സാക്ഷിയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഈ ടയോട്ട എപ്പോഴും കണ്ടുകൊണ്ട് വാസ്തവത്തിന് ഞാൻ വാസ്തവത്തിന് ഒറ്റ ഇത് നിൽക്കുന്ന വാസ്തവം ഞാൻ ആഗ്രഹിച്ചതല്ല, എനിക്ക് വേണ്ടതല്ല, എനിക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും ആ ജോസഫിന്റെ കഥ പറഞ്ഞ അതേ ദിവസം അതെല്ലാം ഒരു സ്വത്തുക്കളും എനിക്ക് തരരുത്. മാസ്റ്റർ പറഞ്ഞു, ദൈവം അബ്രഹാമിനെ ഒരു ഉയർന്ന മരങ്ങളിൽ കൊണ്ടുവന്നു. ഈ കാണുന്നതെല്ലാം നിനക്കായിട്ട് എന്റെ സഹോദരി സ്വാധീനം നിർത്തി പുരുഷന്റെ ഭൂമി പോലും തരുന്നു. അച്ഛൻ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ ഒരു ദിവസം ആരും അറിയാതെ അച്ഛന്റെ മനോഭാവം മാറുകയും എല്ലാ മക്കൾക്കും ഒരുപോലെ തിരിച്ചു കൊടുക്കണം തീരുമാനിച്ചു. തന്റെ വിൽപ്പന റദ്ദാക്കി ജീവിക്കപ്പെട്ടു. അബ്രഹാമിനെ കൊടുത്തതുപോലെ സാറിനെ ഞങ്ങൾ ഈ അച്ഛന്റെ മനസ്സ് അച്ഛനൊരു തീരുമാനം എടുത്താൽ കൊട്ടാരക്കാരാണ്. അച്ഛനൊരു തീരുമാനം എടുത്താൽ ആര് പറഞ്ഞാലും പറഞ്ഞ സാറേ നമ്മളല്ല, നമ്മുടെ ദൈവം അത് മാറ്റാൻ കഴിവുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്ന്. പക്ഷെ അബ്രഹാം ചെയ്തതുപോലെ ദൈവം അച്ഛന്റെ മനസ്സിനെ മാറ്റിയിരിക്കുന്നത് ഒരു വലിയ സംഭവം. ഇതൊക്കെ മാസ്റ്ററെ പ്രവചനങ്ങളാണ്. കാരണം മാസ്റ്ററിനെ പ്രവചിക്കാവുന്നില്ല. പക്ഷേ 2 കാര്യം അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളി. എന്റെ സഹോദരി തന്നെയാണ് എന്നെ പൊട്ടക്കിണറ്റിൽ ആശ്രയിച്ചത്. പക്ഷെ അവിടെ നിന്ന് ദൈവം എന്നെ കൈപിടിച്ചു. ഇസ്രായേലിന്റെ നാഥനായിട്ട് ഇന്ന് ഒരു നല്ലൊരു അവസരം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ലോകസമൂഹത്തിന് മുമ്പിൽ നൽകിയിട്ടുള്ള ദൈവത്തെ യേശുവിന്റെ പ്രാർത്ഥനയാണ്. ഈ സഭയ്ക്ക് മന്ത്രിയിൽ ശരി ഞാൻ സ്നേഹത്തോടെ പറയും, എൻ്റെ ജീവിതത്തിൽ പാസ്റ്റർ എൻ്റെ ജീവിതത്തിൽ നിധിയാണ്. എൻ്റെ രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്.
നഷ്ടപ്പെടും.